ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ 4 മാമ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയും മധുരമൊക്കെയുള്ള മാങ്ങയാണ് ഇതിന് നല്ല ടേസ്റ്റ്. നമ്മളിതിനെ ഇവിടെ പുളിയമാങ്ങ എന്ന് പറയും. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് മാങ്ങയുടെ ഈ ഒരു ഭാഗം ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാം. നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ തൊലി ഇതുപോലെ പെട്ടെന്ന് അങ്ങ് കളഞ്ഞെടുക്കാം. നമ്മൾ ഇതുപോലെ മുഴുവനായിട്ടും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാങ്ങയുടെ തൊലിയും ഒന്ന് കളഞ്ഞെടുക്കാം. എല്ലാ മാങ്ങയുടെയും തൊലി നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലാണ് നമ്മളിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം മാങ്ങയൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റേ വേണ്ട. പഴുത്ത മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനെടുത്ത മാങ്ങയ്ക്ക് കുറച്ച് മധുരം കുറവായതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എടുക്കുന്ന മാങ്ങ നല്ല മധുരമുള്ളതാണെങ്കിൽ ഇതുപോലെ ശർക്കര ചേർത്ത് കൊടുക്കണമെന്നില്ല. ഈ ഒരു കറിക്ക് ചെറിയൊരു മധുരം കൂടി ഉണ്ടാകുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കണ്ട. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി താളിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകും. നല്ല ചൂട് ചോറിലേക്ക് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഒഴിച്ച് ഈ മാങ്ങ കൂടി അതിൻ്റെ കൂടി ഒടിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുവരെ അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും അങ്ങനെ കഴിച്ചു നോക്കണം. അപ്പോൾ ഇതാ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാമ്പഴ പുളിശ്ശേരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ ചക്കക്കുരു തോരനും മാങ്ങ അച്ചാറുമാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.